സ്മൃതി, കർണാടകയിലെ വലിയ വോട്ടുകൊള്ളയുമായി ബന്ധപ്പെട്ട് നടത്തിയ ആദ്യത്തെ പത്രസമ്മേളനം അന്ന് അക്ഷരാർത്ഥത്തിൽ എല്ലാ നാഷണൽ മീഡിയയും ആ വാർത്ത വലിയ രീതിയിൽ കൈകാര്യം ചെയ്തു. ഇന്ന് പക്ഷേ വളരെ അത്ഭുതകരമെന്ന് പറയട്ടെ, നാഷണൽ മീഡിയ പലരും ആ ലൈവായിട്ടത് കാണിച്ചതേയില്ല എന്നുള്ളതാണ്. നമ്മൾ വെച്ച് നോക്കുന്ന സമയത്ത് കേരളത്തിലെ മീഡിയ എല്ലാം ലൈവായിട്ടത് കാണിക്കുന്നു. ദേശീയ മാധ്യമങ്ങൾ ഏറെക്കുറെ അവഗണിച്ച മട്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ വാർത്താ സമ്മേളനം ലൈവായി കാണിക്കുന്നതിൽ നിന്ന്. പക്ഷേ രാഹുൽ ഗാന്ധി കർണാടകയിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടി കൺവിൻസിംഗ് ആയ ഫാക്ടേഴ്സ് ഹരിയാനയിൽ പറഞ്ഞു എന്നുള്ളതാണ് ആദ്യ വിശകലനം. ഇത് ക്രിസ്റ്റൽ ക്ലിയർ തെളിവുകളാണോ? ഉറപ്പായിട്ടും ഈ വോട്ട് ചോറി സീരീസിലെ മൂന്നാമത്തെ തെളിവ് കൊണ്ടല്ലാണ്. ഈ മൂന്ന് സന്ദർഭങ്ങളിലും അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനങ്ങളിൽ നിന്നുള്ള ഇത് പവർ പോയിന്റ് പ്രസന്റേഷൻ ആയിരുന്നു. കൃത്യമായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ രേഖകളാണ് കൊണ്ടുവരുന്നത്, അല്ലാതെ സ്വയം സൃഷ്ടിച്ചല്ലോ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ രേഖകൾ അത് ആവശ്യപ്പെട്ടത് പ്രകാരം അത് കിട്ടാനെടുക്കുന്ന സമയമെടുത്ത് ഒക്കെയാണല്ലോ ആദ്യത്തെ തവണ കർണാടകയിലെ തെളിവുകൾ കൊണ്ടുവന്നത്. അത് കഴിഞ്ഞ് നമ്മൾ മഹാരാഷ്ട്രയിലും പെട്ടെന്ന് വോട്ടർമാരുടെ എണ്ണം എങ്ങനെ കൂടി എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഹരിയാന തിരഞ്ഞെടുപ്പിൽ ഹരിയാനയെ പൂർണ്ണമായും മോഷ്ടിച്ചു എന്ന ആരോപണമാണ് ഇന്ന് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ കൃത്യമായ തെളിവുകളുമായിട്ട് തന്നെയാണ് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയത്. 25 ലക്ഷം വോട്ടുകളാണ് ചോരി ചെയ്യപ്പെട്ടത്. 25 ലക്ഷം വോട്ടുകൾ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് 22,000 വോട്ടിനായിരുന്നു ആ പരാജയം, ചെറിയൊരു സംഖ്യയുടെ പരാജയം. മാത്രമല്ല ഹരിയാന വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ച സംസ്ഥാനമാണ്. ആ നിലയ്ക്കായിരുന്നു എല്ലാ പ്രവചനങ്ങളും വന്നിരുന്നത്. എക്സിറ്റ് പോൾ അടക്കം ആ രൂപത്തിലാണ് വന്നിരുന്നത്. എന്നിട്ട് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യമാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ നയാബ് സിംഗ് സയാനി അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനം, ആ ബൈറ്റ് കൂടിയ ഇന്ന് ആ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി കാണിക്കുന്നത്. ആ വാർത്താ സമ്മേളനത്തിൽ എത്രത്തോളം ആത്മവിശ്വാസത്തോടുകൂടിയും ചിരിച്ചുകൊണ്ടുമാണ് സയാൻ സംസാരിക്കുന്നതെന്നുള്ളതാണ്. BJP എന്തായാലും സർക്കാർ ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. ഈ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോഴാണ് പറയുന്നത് BJP സർക്കാർ ഉണ്ടാക്കും, ഞങ്ങൾക്ക് മുഴുവൻ സംവിധാനമുണ്ട് എന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് നിങ്ങൾ ആശങ്കപ്പെടേണ്ട വ്യവസ്ഥയുണ്ട് എന്നാണ് പറയുന്നത്. വ്യവസ്ഥ എന്ന് പറയുന്നത് ഹിന്ദിയിൽ വ്യവസ്ഥ എന്ന് പറയുന്നത്, മലയാളത്തിലെ സംവിധാനം. അതിനുള്ള സംവിധാനങ്ങൾ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ സംവിധാനമാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ വ്യവസ്ഥയുടെ വിവരങ്ങളാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ഒന്നടങ്കം വിശദീകരിക്കുന്നത്. നമ്മൾ ഇതിലേറ്റവും രസകരമായ അല്ലെങ്കിൽ കൗതുകരമായ കാര്യം എന്നുള്ളത് ഒരു ബ്രസീലിയൻ മോഡലിനെ കണ്ടതാണല്ലോ. ആ ബ്രസീലിയൻ മോഡൽ 22 തവണ ഇവർ ഹരിയാനയിൽ വോട്ട് ചെയ്തു എന്നതിൻ്റെ തെളിവാണ്. 22 തവണ അവരുടെ പടം വരുന്നു. 10 ബൂത്തുകളിലായിട്ടാണ് അവർ, പല പേരുകളിലായിട്ടാണ്. ആ പേരുകൾ എന്തൊക്കെയാണ്? സീമ, സ്വീറ്റി, സരസ്വതി, രശ്മി, വിമല, അങ്ങനെയുള്ള പേരുകളിലായിട്ട് 22 ഇടത്ത് ഈ ബ്രസീലിയൻ യുവതി. അപ്പോൾ ബ്രസീലിയൻ യുവതി ഇവിടെ വന്ന് വോട്ട് ചെയ്യുകയാണോ? അങ്ങനെയല്ല. ബ്രസീലിയൻ യുവതിയുടെ പടം വെച്ചുകൊണ്ട് ആർക്കും അവിടെ ചെന്ന് വോട്ട് ചെയ്യാം എന്നൊരു സംവിധാനം ഒരുക്കുകയാണെന്നാണ് പറയുന്നത്. ഇത് ബൂത്ത് തലത്തിൽ നടക്കുന്ന കൊള്ളയല്ല, ഇത് സെൻട്രലൈസ്ഡ് ആയിട്ട് മേലെ തട്ടിൽ നിന്നും വരുന്ന ഒരു വലിയ സംവിധാനത്തിൻ്റെ തുടർച്ചയാണ്. ഇത് നമ്മൾ നേരത്തെ കണ്ട മഹാരാഷ്ട്രയിലും കർണാടകയിലും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചതിൻ്റെ അതേ പാറ്റേൺ ആണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ കാണുകയാണ് 10 ബൂത്തുകളിൽ 10 ബൂത്തുകളിൽ സംഭവിച്ച കാര്യങ്ങൾ അവർ പറയുന്നു. കേന്ദ്രീകൃത ഓപ്പറേഷനാണ് ഇതെന്ന് പറയുന്നു. ആരോ ഇവരെ മുഴുവൻ പട്ടികയിലും പെടുത്തുന്നു. ആ ആര് എന്നുള്ളത് ആരാണ് കണ്ടെത്തേണ്ടത്? തെരഞ്ഞെടുപ്പ് വളരെ സ്വതന്ത്രമായും സുതാര്യമായും നടത്തേണ്ടതിൻ്റെ ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ രൂപത്തിലല്ല തെരഞ്ഞെടുപ്പ് നടത്തിയത് എന്നതിൻ്റെ മൂന്നാമത്തെ ഉദാഹരണം നാളെ ബീഹാർ വോട്ട് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ തൊട്ട് തലേ ദിവസം അദ്ദേഹം പറയുകയാണ്. അത് പറയുമ്പോൾ അദ്ദേഹം ഈ ഹരിയാനയിലെ തെളിവുകൾ ചൂണ്ടിക്കാണിക്കുന്നതിനൊപ്പം തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ബീഹാറിലും ഇത് സംഭവിക്കും എന്ന്. ബീഹാറിൽ ഇത് സംഭവിക്കുമെന്ന് പറയുമ്പോൾ കുറച്ച് 4 വോട്ടർമാരുമായിട്ടാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിലെത്തുന്നത്. ആ 4 വോട്ടർമാർക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടുണ്ടായിരുന്നു. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും അവരെ വോട്ടർ പട്ടികയിൽ നിന്ന് റിമൂവ് ചെയ്തു. അപ്പോൾ SIR പ്രകാരമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ഇവരുടെ ചിലരെങ്കിലും ചെന്ന ശേഷം ഇവരുടെ രേഖ നോക്കി കഴിഞ്ഞ ശേഷം ശരിയാക്കാം എന്ന് പറയുന്നത്. പക്ഷേ സമയമെടുക്കുമെന്നാണ് പറയുന്നത്. അതായത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷമേ രേഖ ശരിയാവുകയുള്ളൂ എന്നാണ്. വികലാംഗൻ എന്ന് പറയാൻ പറ്റില്ല, ഭിന്നശേഷിക്കാരൻ. അപ്പോൾ അദ്ദേഹം വീൽ ചെയറിലാണ് അവിടെ വന്നത്. വീൽ ചെയറിൽ വന്ന് അദ്ദേഹവും പറയുന്നുണ്ട്, അദ്ദേഹത്തിന് വോട്ട് നഷ്ടപ്പെടാനുള്ള കാരണമായി പറയുന്നത് സ്ഥലത്തില്ല, മറ്റൊരിടത്ത് ജോലി ചെയ്യണമെന്നാണ് പറഞ്ഞത്. മറ്റൊരിടത്ത് ജോലി ചെയ്യാൻ പോകാൻ പറ്റാത്ത വിധത്തിൽ ഞാൻ ഇവിടെ പെട്ടിരിക്കുന്ന ഒരാളാണ്, എന്നെ കണ്ടാൽ അറിയില്ല എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അങ്ങനെ 5 ഉദാഹരണങ്ങൾ അവിടെ വരുന്നു. ഇത് നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്. SIR നടപ്പാക്കുന്നത് വോട്ട് ചോരിയുടെ അടുത്ത തന്ത്രമാണ് എന്നുള്ളതാണ് SIRമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുക. അതാണ് ബീഹാറിൽ നടക്കാൻ പോകുന്നത്. ബീഹാറിൽ 65 ലക്ഷം വോട്ടർമാർ ഇതിനകം തന്നെ പുറത്തായി കഴിഞ്ഞിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് അവർക്ക് വിജയിക്കാനുള്ള സംവിധാനങ്ങൾ അവർ ഒരുക്കിയിട്ടുണ്ടാകാം എന്നുള്ള ആശങ്ക
രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുകയാണ്. രാഹുൽ ഗാന്ധി കൃത്യമായി പറയുന്നുണ്ടല്ലോ, ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാർ 5,21,000 ഉണ്ട്, ഇൻവാലിഡ് അഡ്രസ്സുകൾ 93,000 ഉണ്ട്, ബൾക്ക് വോട്ടർമാർ 19 ലക്ഷമാണെന്ന് പറയുന്നു. ഇനി ഈ ഫോം 6ൻ്റെയും ഫോം 7ൻ്റെയും മിസ്യൂസ് കഴിഞ്ഞ 2 തെളിവുകളിലും അതുമായി ബന്ധപ്പെട്ട രേഖകൾ കൂടി രാഹുൽ ഗാന്ധിക്ക് കിട്ടിയിരുന്നു. പക്ഷേ ഇത്തവണ ആയപ്പോഴേക്കും എന്താണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് കിട്ടാത്ത വിധത്തിലാക്കി വെച്ചു. അത് ലഭിക്കുന്നില്ല, ആ രേഖ ലഭിക്കുന്നില്ല. അപ്പോൾ ആ രേഖയില്ലാത്ത ടോട്ടൽ വോട്ടർമാരുടെ വോട്ട് ചോരിയുടെ കണക്കാണ് 25 ലക്ഷം എന്ന് പറയുന്നത്. കൃത്യമായി പറഞ്ഞാൽ 25,41,144. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഫോം 6ൻ്റെയും ഫോം 7ൻ്റെയും വിവരങ്ങൾ കൂടി കിട്ടിയിരുന്നെങ്കിലോ ഒരുപക്ഷെ ഇതിലും വലിയ കണക്കാകാം. അപ്പോൾ ഇതാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന രേഖ പ്രകാരമുള്ള തെളിവുകൾ എന്ന് പറയുന്നു. അപ്പോൾ ഈ പറയുന്ന തെളിവുകളാണ് ക്രിസ്റ്റൽ ക്ലിയർ തെളിവുകളാണെന്ന് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നത്. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ആർക്കും വോട്ട് ചെയ്യാവുന്ന രൂപത്തിൽ അത് ഡിസൈൻ ചെയ്തു. അങ്ങനെ ആർക്കും വോട്ട് ചെയ്യാവുന്ന രൂപത്തിൽ അവിടേക്ക് എത്തിയിരിക്കുന്ന ചില പ്രധാനപ്പെട്ട വോട്ടർമാരുടെ പേരുകളടക്കം അദ്ദേഹം പറയുന്നുണ്ട്. അത് BJPയുടെ UP-യിൽ നിന്ന് വരുന്ന BJP നേതാക്കൾ, BJP പ്രവർത്തകർ, അവർ കൂട്ടമായി വന്ന് ഹരിയാനയിൽ വോട്ട് ചെയ്യുകയാണ്. അങ്ങനെ വോട്ട് ചെയ്യുന്നതിൽ ചില പേരുകൾ പറയുന്നു. ദാൽചന്ദ് BJPയുടെ സർപ്പഞ്ചാണ്. ആ സർപ്പഞ്ച് അവിടുത്തെ മന്ത്രി ലക്ഷ്മിനാരായണനൊപ്പമുള്ള പടം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ മകനും യശ്വീറിനും ഇവിടെ UP-യിലും ഹരിയാനയിലും വോട്ടുണ്ട്. യശ്വീർ പക്ഷേ പലയിടത്തും അച്ഛൻ്റെ പേര് 2ആയി കൊടുക്കുന്നുണ്ട്. ഒരു സ്ഥലത്ത് പ്രീതം സിംഗ് ആണ്, മറ്റൊരിടത്ത് ബാൽകൃഷ്ണനാണ്. ഇനി പ്രഹ്ലാദ് പറയുന്ന മറ്റൊരു സർപ്പഞ്ച് വോട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം മധുര ഡിസ്ട്രിക്റ്റിലാണ്, ഹരിയാനയിൽ അയാൾക്ക് വോട്ടുണ്ട്. അപ്പോൾ ഹരിയാനയിലും UP-യിലും വോട്ടുള്ള 2 BJP നേതാക്കളുടെ പേര് പറഞ്ഞു. ഇനി ഞങ്ങളിങ്ങനെ ചെയ്യും എന്ന് പറയുന്ന നമ്മുടെ മലയാളത്തിലെ കേരളത്തിലെ പ്രിയപ്പെട്ട B. ഗോപാലകൃഷ്ണൻ്റെ ബൈറ്റ് ഇവിടെ പ്ലേ ചെയ്തല്ലോ. അദ്ദേഹം പറയുന്നത് എന്താണ്, ഞങ്ങൾ കശ്മീരിൽ നിന്നടക്കം ആളുകളെ എവിടെ 1 വർഷം കൊണ്ട് താമസിപ്പിച്ച് വോട്ട് ചെയ്യിക്കും, ആരാണ് ചോദ്യം ചോദിക്കാൻ എന്നതാണ് അന്ന് B. ഗോപാലകൃഷ്ണൻ പറഞ്ഞത്. ഇതിപ്പോൾ ഇവിടുത്തെ BJP നേതാക്കൾക്കൊന്നും അത് ഏറ്റെടുത്ത് പിന്നീട് അത് പറയാൻ പറ്റുന്നില്ല. നമ്മുടെ ചർച്ചയിൽ K. സുരേന്ദ്രൻ ഉണ്ടായത്, അദ്ദേഹത്തോട് ആവർത്തിച്ച് ആ ചോദ്യം വരുന്നെങ്കിലും അദ്ദേഹം അത് പറയുന്നില്ല. അത് ഏറ്റെടുത്താൽ അപകടമാണല്ലോ, പറയുന്നില്ല. പക്ഷേ B. ഗോപാലകൃഷ്ണൻ അന്ന് വീരവാദം മുഴക്കിയെ കൊടുത്ത ആ ബൈറ്റിന് ഇന്ന് കിരൺ റിജിജു മറുപടി നൽകുന്നതാണ്. കിരൺ റിജിജു പറയുകയാണ് അത് കള്ള ബൈറ്റാണെന്നാണ് പറയുന്നത്, ഇത് വ്യാജ ബൈറ്റാണെന്നോ. നമ്മളതൊക്കെ കേൾക്കുകയും കൊടുക്കുകയും നമ്മുടെ തലക്കെട്ടാവുകയും ചെയ്ത വാർത്തയാണ്. അപ്പോൾ ഇത് പറഞ്ഞിട്ടുള്ളതാണ്, ഇത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, ഇത് നമ്മൾ തൃശ്ശൂരിൽ കണ്ടിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു വലിയ രൂപം ഹരിയാനയിൽ കാണുന്നു എന്നുള്ളതാണ്. ഈ തെളിവുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് തന്നെ കിട്ടുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണ് മറുപടി പറയുന്നത്? നിങ്ങൾക്ക് പരാതിപ്പെടാൻ സമയമുണ്ടായിരുന്നല്ലോ, പരാതി നൽകിയില്ലല്ലോ എന്നുള്ളതാണ്. ഇങ്ങനെയാണ് പറയുന്നത്. ഇതാണോ ഒരു മറുപടി? നേരത്തെ ഈ മറുപടി പറഞ്ഞിരുന്നു. നേരത്തെ ഒരു വൈകാരിക പ്രതികരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തി നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ഈ 0 അഡ്രസ്, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? തെരുവിൽ കിടന്നുറങ്ങുന്ന, സ്ട്രീറ്റ് ലൈറ്റിന് താഴെ കിടന്നുറങ്ങുന്ന വീടില്ലാത്ത പാവങ്ങൾക്ക് പോലും ഞങ്ങളിതാ വോട്ടധികാരം കൊടുത്തിരിക്കും, ഞങ്ങൾ അവരെ കൊണ്ടുപോലും വോട്ട് ചെയ്യിക്കുന്നു എന്ന് പറയുമ്പോൾ ആ 0 അഡ്രസ്സിലെ വീട് കണ്ടെത്തി. നല്ല മണിമാളികയാണ്, അതിൽ ആളുടെ പേരുമുണ്ട്. എന്താണ്? വീരേന്ദ്ര, ആളുടെ പേരും പറഞ്ഞു. പക്ഷേ അയാളുടെ പേരറിയാം, ആ വീട് കാണുന്നുണ്ട്, പക്ഷേ മറ്റു വിവരങ്ങൾ കിട്ടുന്നില്ല. അതേപോലെ 60 പേർ, 100 പേരൊക്കെ ഒരു വീടിൽ, 187 പേർ ഒരു അഡ്രസ്സിൽ, ഇതൊക്കെ കാണുന്നുണ്ട്. ഇതിനൊക്കെ കൃത്യമായ മറുപടിയുണ്ട്. ഇതിനൊന്നും മറുപടിയില്ല. ആരോപണങ്ങൾ നേരത്തെ പറയേണ്ടതായിരുന്നു എന്ന് പറയുക, നിങ്ങൾക്ക് വേണമെങ്കിൽ കോടതിയിൽ പോകാമെന്ന് പറയുക, ഈ ന്യായങ്ങൾ ഒരു മറുപടിയല്ല. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഒരു ദേശവിരുദ്ധനായി ചിത്രീകരിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ BJP നേതാക്കൾ പറയുന്നത്. ദേശവിരുദ്ധൻ എന്ന് വെച്ചാൽ ദേശവിരുദ്ധമായ പ്രവർത്തനത്തിനെ തടയിടാൻ വേണ്ടിയിട്ടാണ് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തുന്നത്. ജനാധിപത്യ സംവിധാനത്തെ തകർക്കാതിരിക്കാൻ, നമ്മുടെ ഭരണഘടനയെ തകർക്കാതിരിക്കാനുള്ള വാർത്താ സമ്മേളനങ്ങളാണ് ഈ വാർത്താ സമ്മേളനങ്ങൾ. ഇതൊക്കെ പ്രതിപക്ഷം ഐക്യത്തോടു കൂടി ചെയ്താണ്. നമ്മൾ കണ്ടതാണ് ഈ വോട്ടർ അധികാർ യാത്രയ്ക്ക് ശേഷം നടന്നിരിക്കുന്ന തെളിവുകൾ നമ്മൾ കണ്ടു. അതിൻ്റെ അടുത്താണ് ഈ കണ്ടിരിക്കുന്ന H-ഫയൽസ് എന്ന് പേരിട്ടിരിക്കുന്ന ഹരിയാനയിലെ തെളിവുകൾ. ഇനി വരാനിരിക്കുന്ന ഹൈഡ്രജൻ ബോംബാണ്. ഹൈഡ്രജൻ ബോംബ് അത് പ്രധാനമന്ത്രിയുടെ മണ്ഡലത്തിലെ വാരണാസിയിലേക്കായിരിക്കും. ആ ബോംബിനെ നമുക്ക് കാത്തിരിക്കാം. അപ്പോഴും രാജ്യവിരുദ്ധനിത, ദേശവിരുദ്ധനിത എന്നുള്ള മറുപടി മതിയാകില്ല. Meet the editors.